അതുപോലെ ശിരോധാര എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എണ്ണ വെച്ചും മറ്റൊന്ന് ബട്ടർ മിൽക്ക്, അതായത് മെഡിക്കേറ്റഡ് ബട്ടർ മിൽക്ക്, തക്രധാര, മോര് കൊണ്ടുള്ള മരുന്ന് ചേർത്ത മോര് കൊണ്ടുള്ള ധാര. ഇത് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ, ആ മാനസിക പ്രശ്നങ്ങൾ കാരണമാകുന്ന ചില മസ്തിഷ്കത്തിൻ്റെ ചില അപകടത്തിൽ നിന്നും സംഭവിക്കുന്ന ചില ആഘാതങ്ങൾ, ഇവയ്ക്കൊക്കെ തന്നെ പരിഹാരമായിട്ട് നമുക്ക് ശിരോധാര ചെയ്യാം. ഉറക്കമില്ലാത്തവർ ഒരുപാട് പേരുണ്ടെന്ന്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയില്ല. പക്ഷേ ഈ ധാര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ ഉറങ്ങിപ്പോകുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു അത്ഭുതകരമായ പ്രത്യേകത. അങ്ങനെ മനസ്സിനെയും ശരീരത്തിൻ്റെ പ്രശ്നങ്ങളെയും ഒക്കെ തന്നെ സമീകരിക്കുന്നതിനും ശാന്തമാക്കുന്നതിനും വളരെ മേന്മയുള്ള അത്യത്ഭുതകരമായ ചികിത്സാ രീതികളിലൊന്നാണ് ശിരോധാര. അപ്പോൾ ഇതിന് പുറമെ ശരീരത്തിൽ നമ്മൾ ചെയ്യുന്ന സർവാംഗധാര, ശരീരത്തിൽ പലപ്പോഴും സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലെ, അതുപോലെ നട്ടലിൽ നിന്നുണ്ടാകുന്ന ലംബാർ സ്പോണ്ടിലോസിസ് പോലെ ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ശരീരത്തിൽ ഒരു കൈവയ്ക്കാതെ, അതായത് ശരീരത്തിൽ മറ്റൊരാൾ സ്പർശിക്കാതെ കൃത്യമായും അത്ഭുതകരമായ രീതിയിൽ റിസൾട്ട് തരാൻ കഴിയുന്ന ഇത്തരം ചികിത്സാ രീതികൾ. ഇത് നമ്മൾ ഒഴിക്കുന്നത് ഭ്രൂമധ്യത്തിലാണ്. ഭ്രൂമധ്യം എന്ന് പറയുമ്പോൾ രണ്ട് പുരികങ്ങളുടെ ഇടയിൽ നെറ്റിയിൽ പതിക്കത്തക്ക രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അത്ഭുതകരമായ റിസൾട്ട് കിട്ടുന്ന ഈ ചികിത്സാ രീതിയെക്കുറിച്ച് ഇപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രത്തിന് അമ്പരപ്പാണുള്ളത്. കാരണം ഒരു സർജറി പോലും നമുക്ക് ഒഴിവാക്കി കൃത്യമായ റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ശിരോധാര. പക്ഷാഘാതം നിമിത്തം ഉണ്ടാകുന്ന ഉറക്കക്കുറവ്, കടുത്ത തലവേദന, അതുപോലെ മാനസിക സമ്മർദ്ദങ്ങൾ, ഇവയ്ക്കൊക്കെ ശാശ്വതമായൊരു പരിഹാരം ശിരോധാര നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു ധാരണ പലർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. അതിനെ അറിയുന്നതിനും അതിൻ്റെ ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നതിനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനും നമുക്ക് കഴിയണം. അതിനുള്ളൊരു അവസരം കൂടിയാണ് ഈ കർക്കിടക മാസം. നിങ്ങൾക്ക് അസുഖം ഉണ്ടായിരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ, അതൊരു പ്രശ്നമല്ല. കാരണം നമ്മൾ രോഗപ്രതിരോധം എന്ന് പറയുന്നത് സ്വാസ്ഥ്യമാണ്. അതായത് സ്വസ്ഥ അവസ്ഥയെ നിലനിർത്തുന്നതിനുള്ളൊരു അവസരമാണ് നമ്മൾ ഇപ്പോൾ കിട്ടുന്നത്. ആ അവസരത്തെ അതിൻ്റേതായ രീതിയിൽ കണ്ട് കൃത്യമായ രീതിയിൽ അത് ആചരിച്ചാൽ അടുത്ത ഒരു വർഷത്തേക്ക്, ഇനി നമ്മൾ പോകുന്ന അടുത്ത കർക്കിടക ചികിത്സയ്ക്കാണ്. അതിനിടയ്ക്ക് ഒരു ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദത്തെ ചികിത്സിക്കും. ആയുർവേദത്തിൽ മറ്റ് ചികിത്സകളുണ്ടെങ്കിലും കർക്കിടക ചികിത്സയ്ക്കാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. എന്തായാലും അതുവരെയെങ്കിലും നമുക്കിത് കൃത്യമായി നിലനിർത്താൻ കഴിയുമെന്നുള്ളത് സത്യമാണ്. ഇങ്ങനെ കർക്കിടക ചികിത്സാ രീതികളിലേക്ക് നമ്മൾ പോകുമ്പോൾ മാനസികമായ പ്രശ്നങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മാനസിക പ്രശ്നം എന്ന് പറഞ്ഞ ഉദാഹരണമായിട്ട് മഴക്കാർ മൂടിയ ഒരു ദിവസം നമ്മുടെ മനസ്സും മൂടിക്കെട്ടിയ രീതിയിലായിരിക്കും. നല്ല വെളിച്ചമുള്ളപ്പോൾ നമുക്കും അതിനനുസരിച്ച് മനസ്സിനൊരു തിളക്കമുണ്ടാകും. അപ്പോൾ കർക്കിടകം തീർച്ചയായും ഡിപ്രഷൻ തുടങ്ങി ഒരുപാട് വിഷാദ ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അവിടെ രാമായണം വായിക്കുക, ഭാഗവതം വായിക്കുക തുടങ്ങിയ നമ്മുടെ മനസ്സിന് ശാന്തി പകരുന്ന കാര്യങ്ങൾ, നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു വെച്ചതൊക്കെ കൃത്യമായ ചില സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. അതുകൂടി അനുശാസിക്കാൻ, അതുകൂടി അനുവർത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ കർക്കിടകത്തെ വളരെ മനോഹരമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതിൽ സംശയമില്ല. അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.